കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം വരെ കവർ ചെയ്തായിരുന്നു. അതില് ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു മിനിറ്റ്. 1-ാം അധ്യായത്തിലെ 13 തൊട്ട് 20 വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി ധാരാളം ആളുകളെ വിളിക്കുന്നു. പൗലോസ് അതിൽ ഒന്നായിരുന്നു. അങ്ങനെ ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. പൗലോസ് ആരാണ്? പൗലോസിന്റെ അതോറിറ്റിയെ വെല്ലുവിളിച്ച് ഈ ദുരുപദേഷ്ടാക്കന്മാര് കുറേയേറെ പൗലോസിനെതിരെ സംസാരിച്ചായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഓർപ്പിക്കുന്നത് ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധാരാളം ആളുകളെ വിളിച്ചു, ആൻഡ് അതിലൊന്ന് ഞാനാണ് എന്ന് എംഫസൈസ് ചെയ്ത് പറയുന്നത്. അപ്പോസ്തലത്വത്തെ കുറിച്ച് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മറ്റ് സ്ഥലത്ത് പറയുന്നുണ്ട്. അതില് ഈ 13 തൊട്ട് 20 വാക്യങ്ങളില് കഴിഞ്ഞ ആഴ്ച 13, 14 നമ്മൾ വായിച്ചു. ഇന്ന് നമുക്ക് 15 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15 തൊട്ട് 20 നാം വായിക്കുന്നത്, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയം ആകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ഒരുത്തിനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. ഇത് ബേസിക്കലി പൗലോസ് അപ്പോസ്തലൻ തന്റെ ടെസ്റ്റ് മണി ഷെയർ ചെയ്യുകയാണ്. തന്റെ സന്ദേശത്തെക്കുറിച്ച് ആദ്യം ഇതിനു മുൻപുള്ള വാക്യങ്ങളിൽ പറഞ്ഞു. സന്ദേശത്തിന്റെ സ്രോതസ്സുകളെ കുറിച്ച് ഇതിന് മുൻപുള്ള വാക്യങ്ങളിൽ പറഞ്ഞു. സ്രോതസ് ദൈവമാണെന്ന്, ആ സന്ദേശം തന്നെ ഏൽപ്പിച്ചത് അത് ദൈവമാണെന്നുള്ളത് വ്യക്തമാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഓർപ്പിക്കുന്നത് ഈ സന്ദേശം ലഭിച്ചപ്പോൾ മനുഷ്യരല്ല പൗലോസിനെ ഫീൽഡിൽ അയച്ചത്. ഈ 15 തൊട്ട് 20 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ടെസ്റ്റ് മണിയിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ദൈവം നമ്മിൽ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട്. 15-ാം വാക്യം പറയുന്നത്, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു എന്നാണ്. വേദപുസ്തകത്തിൽ വിളി എന്നുള്ള വാക്യം എടുത്ത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വിളി എന്നുള്ള വാക്ക് എടുത്ത് പഠിച്ചാൽ വ്യക്തമാകുന്നത് പൗലോസിന് മാത്രമല്ലായിരുന്നു വിളി, പത്രോസിന് മാത്രമല്ലായിരുന്നു വിളി. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പുരുഷനോ സ്ത്രീയോ എന്ന അന്തരമില്ലാതെ വിളിയുണ്ട്. നമ്മിൽ പലർ അത് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഒരു വിളി ഉണ്ടെന്നുള്ളത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ദൈവവചനം പറയുന്നു. എല്ലാവർക്കും വിളി ഒരേ കാര്യം ചെയ്യാനല്ല. എല്ലാരെയും അപ്പോസ്തലന്മാരായിട്ടല്ല വിളിച്ചിരിക്കുന്നത്. എല്ലാവരെയും ദൈവവചനം പഠിപ്പിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. ആ വിളി ഓരോരുത്തർക്കും വിവിധമായ രീതിയിലാണെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നത്. അപ്പൊ ആ വാക്യങ്ങളും കൂടെ ഇതുമായിട്ട് ചേർത്ത് 15-മായിട്ട് ചേർത്ത് വായിച്ചാൽ, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ പൗലോസിനെ വിളിച്ച അതേ ദൈവം സഹോദര സഹോദരിമാരെ നമ്മളെയും വിളിച്ചിട്ടുണ്ട്. പൗലോസ് തന്റെ വിളിയെക്കുറിച്ച് ഗലാത്യ വിശ്വാസികളുടെ മുൻപിൽ പറയാൻ കാരണം, ഇത് തന്നെത്താനെ അങ്ങ് ചെന്ന് ഡിക്ലെയർ ചെയ്തതല്ല, ദൈവം തന്നെ വിളിച്ച് തന്നെ ആക്കിയതാണെന്ന് ഓർപ്പിക്കാനാണ്. എന്നാൽ അത് വായിക്കുമ്പം നമ്മളിൽ ഓരോരുത്തർ നമ്മുടെ ഓൺ വിളിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ഒന്നാണ് ലക്ഷ്യബോധമില്ലായ്മ. ഞാൻ ആര്, ഞാൻ എന്ത്, ഞാൻ എന്തിന് ഈ ലോകത്തിൽ ജീവിക്കുന്നു, എന്നെ ഇവിടെ ദൈവം എന്തിന് വെച്ചിരിക്കുന്നു, എന്നിൽ കൂടെ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറയിലും ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ലോകം നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒത്തിരിയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള ഈ ലക്ഷ്യബോധം ഇല്ലായ്മയെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു ന്യൂസ് കാണുമ്പോൾ ന്യൂസ് കണ്ടു, എന്ത് സംഭവിച്ചു എന്ന് കണ്ടു പോയി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് ന്യൂസ് മീഡിയ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ എഞ്ചിനീയേഴ്സ് എന്നും പറഞ്ഞ ആളുകളാണ്. അവർ ന്യൂസ് മീഡിയയിലുള്ള ന്യൂസിൽ കൂടെ നമ്മുടെ ചിന്താഗതി, നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യബോധം ഇതിനെയെല്ലാം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഷെയ്പ്പ് ചെയ്യുകയാണ്. മനസ്സിലാക്കാതെ ഈ ലോകം നമുക്ക് തരുന്നതിനെയെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഒന്നും ചിന്തിക്കാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മിൽ ഒരു നല്ല ശതമാനം ആളുകളുടെ മനസ്സിൽ ആ ലക്ഷ്യബോധം നമ്മുടെ മനസ്സുകളെ സ്വാധീനിച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു ഹോബിയാണ്. അതിന് ഓഫ് കോഴ്സ് ഒരു പർപ്പസ് ഉണ്ട്. ബർത്ത്ഡേ ആണെന്ന് ആര് പറഞ്ഞാലും, പ്രത്യേകിച്ച് 60 കഴിഞ്ഞുള്ള ആളുകൾ ഇന്ന് അവരുടെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ ഞാൻ യൂഷ്വലി പറയാറുണ്ട്, ദൈവം ഒരു 60 വർഷം കൂടി ഇനി തരട്ടെ എന്ന്. 120 വർഷം ആരും ജീവിക്കത്തില്ലെന്നറിയാം. എന്നാൽ അങ്ങനെ പറയുന്നതിന്റെ പുറകെ ഒരു ലക്ഷ്യമുണ്ട്. അവർ എന്ത് പറയും, അവരെങ്ങനെ പ്രതികരിക്കുക എന്നൊന്ന് കേൾക്കാനാണ്. ഇപ്പൊ സാധാരണ 60 കഴിഞ്ഞ ആളുകളോട് ദൈവം നിങ്ങൾക്ക് ഇനി ഒരു 60 വർഷം കൂടെ തരട്ടെ എന്ന് പറയുമ്പോൾ ചിലര് പറയും, അയ്യോ ശപിക്കുവാ. ശാപം എന്നുള്ള വാക്ക് തന്നെ എന്നോട് ഉപയോഗിച്ചിട്ടുണ്ട്, ശപിക്കുവാന്നോ. മറ്റു ചിലർ അയ്യോ അയ്യോ അങ്ങളെ അത്രയൊന്നും വേണ്ട, കൂടിയ ഒരു 10 വർഷം കൂടെ. മറ്റു ചിലർ അയ്യോ ഞാൻ എന്ത് ചെയ്യും, ഈ ജീവിതത്തിന് യാതൊരു ലക്ഷ്യമില്ല. ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് ഒരു നല്ല ശതമാനം ആളുകൾ പറയുന്നത്. അത് 2 കാരണമുണ്ട്. ഒന്ന്, നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിച്ചു എന്ന് മനസ്സിലാക്കുന്നില്ല. 15-ാം വാക്യം പറയുന്നത്, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തന്റെ കൃപയാൽ വിളിക്കുന്ന ദൈവം. ഇത് പൗലോസിന് മാത്രമല്ല, നമ്മിൽ ഓരോരുത്തരെയും നമ്മുടെ ജന്മം തൊട്ട് വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മിൽ ഒരു നല്ല ശതമാനം ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. 2, നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയുടെ ഒരു പ്രത്യേകതയാണ് ലക്ഷ്യബോധം ഇല്ലായ്മ. അത് ഈ സമൂഹം നമ്മുടെ മനസ്സുകളിൽ സൃഷ്ടിക്കുന്ന ഒരു മനോഭാവമാണ്. അതിനൊരു കാരണമുണ്ട്. ലക്ഷ്യബോധമുള്ള ആളുകളെ മറ്റുള്ളവർക്ക് അവരവരുടെ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ യാതൊരു ലക്ഷ്യമില്ലാത്ത വ്യക്തിയെ ആർക്ക് വേണമെങ്കിലും അവരുടെ ഇഷ്ടപ്രകാരം നിയന്ത്രിക്കാം. ജീവനുള്ള മീനും ചത്ത മീനുമാണ് ഇതിന്റെ ഉദാഹരണം. ജീവനുള്ള മീന് തനിക്കിഷ്ടമുള്ള ഏത് ഡയറക്ഷനിലും നീന്തും. ചത്ത മീന് ഒഴുകുന്ന വെള്ളത്തിന്റെ ഒഴുക്കിന്റെ കൂടെ ആ ഡയറക്ഷനിലേ ഒഴുകത്തുള്ളൂ. ലോകം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലായ്മ വാർത്തെടുക്കണം, നമ്മളെ ലക്ഷ്യമില്ലാത്ത ആളുകളായിട്ട് രൂപാന്തരപ്പെടുത്തണം. കാരണം അങ്ങനെ ലക്ഷ്യമില്ലാത്ത ആളുകളായിട്ട് രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മെ ചൂഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഞാൻ ജീവിതം മുഴുവൻ ഒരു ടീച്ചറായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, കുട്ടികളുടെ ഇടയ്ക്ക് ഒരു 10% കുട്ടികൾക്ക്, പരമാവധി 20% കുട്ടികൾക്ക് വളരെ വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്. അവരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ഞാൻ ആര്, ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു, എന്താകാൻ ആഗ്രഹിക്കുന്നു, അതിനനുസരിച്ച് ചെയ്തോളൂ. എന്നാൽ 20% കുട്ടികൾ ഒരു ലക്ഷ്യബോധം ഇല്ലാത്തവരുണ്ട്. അവരെ നമ്മൾ എത്ര ഗൈഡ് ചെയ്യാൻ നോക്കിയാലും ഒരു പ്രയോജനമില്ല. അവര് ജീവിതത്തിൽ ഉപയോഗശൂന്യമായ വ്യക്തികളായി മാറും. അബ്സല്യൂട്ട്ലി യൂസ്ലെസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ലക്ഷ്യബോധമുള്ളവർ, യാതൊരു ലക്ഷ്യബോധം ഇല്ലാത്തവര് എത്ര പറഞ്ഞാല് ലക്ഷ്യബോധം ഡെവലപ്പ് ചെയ്യാത്ത 20%, 40. അതിൻ്റെ ഇടയ്ക്ക് ഒരു 60% ആളുകളുണ്ട്, നല്ല സമർപ്പണമുള്ള സാറുമാര്. ഈ 60% ആളുകളെ രൂപാന്തരപ്പെടുത്താനാണ് നോക്കുന്നത്. അവരെ രൂപാന്തരപ്പെടുത്തിയാൽ അവരിലെ ഒരു നല്ല ശതമാനം ആളുകൾ ലക്ഷ്യബോധത്തോടെ മുൻപോട്ട് വരും. ലോകം ആഗ്രഹിക്കുന്നത് 20% ഏതായാലും ലോകത്തിന്റെ കൂടാണ്. യാതൊരു ലക്ഷ്യബോധം ഇല്ലാത്തവര് 20%-നെ ലോകത്തിന് തൊടാൻ സാധിക്കത്തില്ല. അത്ര സ്ട്രോങ് ലക്ഷ്യബോധമുള്ളവരാ വിശ്വാസികളും അവിശ്വാസികളും. പിന്നെ ഒരു 60% ബാക്കിയുണ്ട്. അവരെ അവരുടെ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധം ഇല്ലാതാക്കണം. അതിനുവേണ്ടിയാണ് ഈ ന്യൂസ് മീഡിയയും എല്ലാം കടന്ന് വളരെയധികം കഷ്ടപ്പെടുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ വിശ്വാസികൾ അവരെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ അനുവദിക്കുന്നതിന്റെ കാരണം കൊണ്ട് നമ്മളിൽ ധാരാളം ആളുകൾ ഇന്ന് യാതൊരു ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്നു. ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്, പല പ്രാവശ്യം പറഞ്ഞതാണ്. നമ്മൾ ആരും നമ്മുടെ കംഫർട്ട് സോണിന്റെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
കാരണം ലക്ഷ്യബോധം ഇല്ല. ലക്ഷ്യബോധം ഇല്ല, പിന്നെ എന്തിനാ കഷ്ടപ്പെടുന്നത്? അതേ സമയത്ത് ഞാൻ ഇന്ത്യയിലെ ക്ലാസിക്കൽ മ്യൂസിക് അതിന്റെ ഒരു കേന്ദ്രത്തിലാണ് വളർന്നത്. ഗ്വാളിയർ, ചമ്പൽ. ക്ലാസിക്കൽ മ്യൂസിക്കിന് 2 ബ്രാഞ്ചസ് ആ ഉള്ളത്. റഫ്ലി ഒന്ന് കർണാട്ടിക് മ്യൂസിക്, ഒന്ന് ഗ്വാളിയർ ഘരാന എന്ന് പറയും. ഗ്വാളിയർ ഒരു സിറ്റിയുടെ പേരാണ്. ഗ്വാളിയർ ഘരാന, അക്ബറിന്റെ നവരത്നങ്ങളിലുള്ള താൻസേൻ ആ ഗ്വാളിയർ ഘരാനയിൽ പെട്ടതാണ്. ആ സിറ്റിയില് ക്ലാസിക്കൽ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ലൈഫ് വളരെ ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാ. അവർക്ക് ചിലപ്പം മാസത്തിൽ 1-2 പബ്ലിക് പെർഫോമൻസേ ഉള്ളൂ. എന്നാല് അതില് ഒരു നല്ല ശതമാനം ആളുകൾ ഒരു ദിവസം 4, 5, 6, 8 മണിക്കൂർ ഇരുന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഓർലി ക്ലാസിക്കൽ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരാൾ താൻപുര എന്നും പറഞ്ഞ വലിയൊരു ഇൻസ്ട്രുമെന്റും കൊണ്ടിരിക്കും, ഒരാൾ തബലയും കൊണ്ട്. ഈ മിനിമം 2 ഇൻസ്ട്രുമെന്റ് ആണ് അവർക്ക് വേണ്ടത്. അവർ രണ്ടുപേരുടെയും കൂട്ടിരുന്ന് 8 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. 4 മണിക്കൂർ മിനിമം പ്രാക്ടീസ് ചെയ്യും. വൈ? അവർക്കൊരു ലക്ഷ്യബോധമുണ്ട്. ഐസ്ക്രീം കൊടുത്താൽ തൊടത്തില്ല. വൈ? തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. ലക്ഷ്യബോധമുണ്ട്. വിശ്വാസികളായ നമ്മിൽ ഓരോരുത്തര് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഉണ്ടോ ഇല്ലയോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നമ്മെ തന്നെ, നമ്മുടെ മനോഭാവത്തെ പരിശോധിക്കേണ്ടതാണ്. ആ ലക്ഷ്യബോധം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം, അത് പൗലോസിന്റെ ജീവിതത്തിൽ സത്യമായിരുന്നു, നമ്മുടെ ജീവിതത്തിലും സത്യമാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തര് മനസ്സിലാക്കണം. മനുഷ്യനെ നോക്കിയാൽ, അല്ലെ മനുഷ്യനെ ആശ്രയിച്ചാൽ ലക്ഷ്യബോധം ഇല്ലാതെയാകും. ദൈവത്തെ നോക്കി, ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ ലക്ഷ്യബോധം സ്ട്രോങ് ആയി വരും എന്ന് ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ നോക്കി ഓടുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ മനുഷ്യരെയല്ല, ദൈവത്തെയാണ് നോക്കേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 17-ാം വാക്യം, എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോയി. അറേബ്യയിലേക്ക് ദൈവാത്മാവാൽ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് താൻ പോയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്ത് ലക്ഷ്യം തന്നു എന്നുള്ളത് മറ്റുള്ളവർ അത് മനസ്സിലാക്കാൻ നമ്മെ സഹായിച്ചെന്നിരിക്കും. എന്നാലും മനുഷ്യരല്ല തീരുമാനിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള ലക്ഷ്യം എന്ത് എന്ന്. അത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. മനുഷ്യരല്ല നമ്മുടെ ജീവിതത്തിലെ ഫൈനൽ അതോറിറ്റി. ഞാൻ ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് വന്നതിന്റെ പുറകെ ഒരു സ്റ്റോറിയുണ്ട്. 1960കളുടെ അവസാന ഘട്ടത്തിലാണ് ഞാൻ സ്കൂൾ സീനിയർ സ്റ്റുഡന്റ് ആയത്. അന്ന് ഇന്നത്തെ പോലെ പലവിധ പ്രൊഫഷൻസ് ഇല്ലായിരുന്നു. ഇന്ന് കമ്പ്യൂട്ടറിന്റെ ഫീൽഡിൽ തന്നെ 1000 രീതിയിലുള്ള ജോലികളുണ്ട്. അന്ന് ഇന്ത്യയിലെ ജോബ്ലെസ്നെസ് വളരെയധികമായിരുന്നു. 2 രീതിയിലുള്ള ജോലികളെ അന്ന് എല്ലാവരും ആഗ്രഹിച്ചുള്ളൂ. ഒന്നേ ഡോക്ടർ ആകണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം. എന്റെ മാതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു ഡോക്ടർ ആകണം എന്നായിരുന്നു. ഫാദർ എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിലോട്ട് നീ പൊക്കോ, ഒരു കണ്ടീഷൻ, പിന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യരുത്. ബയോളജി എടുക്കണമെങ്കിൽ ബയോളജി എടുത്തോ, മാത്സ് എടുക്കണമെങ്കിൽ മാത്സ് എടുത്തോ, നിന്റെ തീരുമാനം, ദൈവത്തിന്റെയും നിന്റെയും ദൈവത്തിൽ ആശ്രയിച്ച് തെരഞ്ഞെടുത്തോണം, പിന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യരുത്. മമ്മിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ മെഡിക്കൽ ഡോക്ടർ ആകണമെന്ന്. ഞാൻ മെഡിസിന്, എനിക്ക് അന്ന് കോമ്പറ്റീഷൻ ഒന്നും ഇല്ലായിരുന്നു, പെർസെൻറ്റേജിന്റെ ബേസിസിലായിരുന്നു. എനിക്ക് ആവശ്യത്തിന് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. ഞാനൊരു മെഡിക്കൽ ഡോക്ടർ ആയതായിരുന്നെങ്കിൽ ഒരിക്കലും പിന്നെ ചിലപ്പം ബൈബിൾ ടീച്ചിങ്ങിൽ വരത്തില്ലായിരുന്നു. ബയോളജി എടുക്കുന്നതിന് വരെ ഞാൻ മാത്സ് എടുത്തു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ഫാദർ എനിക്ക് തന്റെ നിർബന്ധപ്രകാരം എന്നെ കൊണ്ടൊരു വിഷയം എടുപ്പിക്കാഞ്ഞതിൽ എനിക്ക് അക്കാര്യത്തിൽ വളരെ നന്ദിയുണ്ട്. കാരണം എന്റെ കൂടെയുള്ള എത്രയോ കുട്ടികളെ അവർക്കിഷ്ടമുള്ള പ്രൊഫഷനിൽ പോകാൻ അനുവദിക്കാതെ അവരുടെ പേരൻസ് ബൈ ഫോഴ്സ് ഓരോ വിഷയങ്ങൾ എടുപ്പിച്ചു. അങ്ങനെ വിഷയങ്ങൾ എടുപ്പിച്ച് അവർക്കിഷ്ടമില്ലാത്ത വിഷയം പഠിച്ച് മനസ്സിന്റെ സന്തുലനം ഇല്ലാതായ എത്ര എന്റെ സഹപാഠികളെയും, അത് കഴിഞ്ഞ് ഞാൻ ടീച്ചിങ്ങിൽ വന്നു കഴിഞ്ഞ് എന്റെ എത്രയോ സ്റ്റുഡൻസിനെയും കണ്ടിട്ടുണ്ട്. ആത്മീക ജീവിതത്തിലും ദൈവം നമ്മളെ വിളിച്ച കാര്യം നമുക്ക് മനസ്സിലാകുമ്പോൾ മനുഷ്യന്റെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ഇഷ്ടപ്രകാരം പോകാൻ ശ്രമിക്കരുത്
ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് പൗലോസിനെ ദമസ്കസ് റോഡിൽ വെച്ച് ദൈവം പിടിച്ചപ്പോൾ ദൈവം തന്നെ വ്യക്തമാക്കി. പൗലോസിന്റെ വിളി എന്തെന്നുള്ളത് ദൈവം തന്നെ വ്യക്തമാക്കിയായിരുന്നു. അങ്ങനെ ദൈവം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞപ്പോൾ മനുഷ്യരുടെ അഡ്വൈസിന് വേണ്ടി താൻ ശ്രമിച്ചില്ല. എന്റെ ഓൺ ഫീൽഡിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ എത്രയോ ആളുകൾ ഇന്ന് അമേരിക്കയിലെ ഹോട്ടൽസിൽ പാത്രം കഴുകുകയാണ്. ചിലർ അഡ്വൈസ് ചെയ്തു, പോയി ഒന്ന് പഠിച്ചിട്ട് തിരിച്ചു വാ. അങ്ങനെ പോയിട്ടുള്ള, ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോയിട്ടുള്ളതില് റിട്ടയർ ആയി കഴിഞ്ഞ 1-2 പേര് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അല്ലാതെ ആരും എത്തിയതായിട്ട് എന്റെ ഇമ്മീഡിയറ്റ് അറിവിലില്ല. മനുഷ്യരുടെ അഡ്വൈസ് കേൾക്കാൻ പോയതുകൊണ്ട്. ഇതുപോലെ എല്ലാ ഫീൽഡിലും ഉണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വിവാഹ ജീവിതത്തിലും ദൈവത്തിന്റെ അഡ്വൈസിന് പകരം മനുഷ്യന്റെ അഡ്വൈസ് കേൾക്കാൻ പോയാൽ അത് നാശത്തിന് കാരണമായി തീരും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ അഡ്വൈസ് കേൾക്കാതെ മനുഷ്യന്റെ അഡ്വൈസ് കേൾക്കാൻ പോയാൽ അത് നാശത്തിനായി തീരും. ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്, ദൈവം തന്നെ വിളിച്ചപ്പോൾ നിന്നെ വിജാതിയരുടെ ഇടയ്ക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ പൗലോസ് ആ വിഷയത്തിൽ ആരെയും കൺസൾട്ട് ചെയ്യാൻ നോക്കിയില്ലെന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ദൈവം എന്താഗ്രഹിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ മനുഷ്യരോട് ചോദിക്കാൻ പോയാൽ ആരാണ് നമ്മളെ അഡ്വൈസ് ചെയ്യുന്നത്? അവരുടെ പേഴ്സണാലിറ്റിയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ജീവിതത്തിൽ വലിയ ലോസിന് കാരണമായി തീരും. ഞാൻ വളരെ വിഷമത്തോടെ ഒരു ഉദാഹരണം എൻ്റെ ഓൺ വ്യക്തി ജീവിതത്തിൽ നിന്ന് പറയട്ടെ. 1978 ഞാൻ MSc പാസ്സായി. അന്ന് എനിക്ക് മലയാളം വേണ്ട രീതിയിൽ അറിയത്തില്ലായിരുന്നു, അക്ഷരാഭ്യാസമില്ലായിരുന്നു. എന്നാൽ 78 എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഈ പഠിക്കാനുള്ള കഴിവുള്ള ഒരു പീരീഡ് ആയിരുന്നു. 3 വർഷം ഞാൻ കേരളത്തിൽ വന്ന് എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ താമസിച്ച് തിരുവല്ലയില് ഒരു പാരലൽ കോളേജിൽ പഠിപ്പിച്ച്, കുരിശുകവലയുള്ള ഒരു പാരലൽ കോളേജിൽ പഠിപ്പിച്ച് അതിന്റെ കൂടെ കുട്ടികളുടെ ഇടയ്ക്ക് സുവിശേഷ വേല ചെയ്തു. ചുമതലയൊന്നുമില്ലായിരുന്നു. പഠിപ്പിക്കുക, രാത്രിയില് വല്യപ്പച്ചൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക. ആ സമയം മുഴുവൻ എഴുതാനും വായിക്കാനും ചെലവഴിച്ചു. ആ സമയത്ത് ഒരു കാര്യം എനിക്ക് വ്യക്തമായി, മലയാളം അറിയത്തില്ല. അതുകൊണ്ട് കുട്ടികളുടെ ഇടയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ വലിയ തടസ്സം. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരൊക്കെ അർത്ഥം അനർത്ഥമാക്കിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം മനസ്സിലായത്, എനിക്ക് ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഇല്ല. സോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, മലയാളവും പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം. എൻ്റെ കൂടെ ആ പാരലൽ കോളേജിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷിന്റെ 3 സാർമാരുടെ സഹായം ഞാൻ തേടി. അവരെല്ലാ രീതിയിലും സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 വർഷം കൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ അസാമാന്യ ഫ്ലുവൻസി ആയി മാറി. ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. എൻ്റെ പഠനം മുഴുവൻ ഹിന്ദി മീഡിയമായിരുന്നു. 3 വർഷം കൊണ്ട് അൺയൂഷ്വൽ ഫ്ലുവൻസി കിട്ടി. ഈ 3 വർഷത്തിന്റെ എൻഡില് ഞാൻ ഈവൻ ജേർണലിസത്തിന് വേണ്ടി ഒരു സ്കോളർഷിപ്പ്, ഇംഗ്ലീഷ് ജേർണലിസത്തിൽ സ്കോളർഷിപ്പ് വിൻ ചെയ്ത് സിംഗപ്പൂരിൽ പോയി ഏകദേശം 1.5 മാസം പഠിക്കുകയും ചെയ്തു, ക്രിസ്ത്യൻ ജേർണലിസം. അതേ സമയത്ത് എനിക്ക് മലയാളം അറിയത്തില്ലെന്നുള്ള ഫീലിംഗിന്റെ കാരണം കൊണ്ട് മലയാളം പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ പാരലൽ കോളേജില് 3 മലയാളം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അതിനെന്നാ ജോൺസൺ സാറേ, ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട് അതറിഞ്ഞപ്പം എന്നെ വളരെയധികം നിരുത്സാഹപ്പെടുത്തി. അതിന്റെ ആവശ്യം എന്താ? ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്, നീ അവൈലബിൾ ആയിട്ടുള്ള സമയം അത് കുട്ടികളുടെ ഇടയ്ക്ക് ട്രാവൽ ചെയ്ത് പ്രീച്ചിങ്ങിന് വേണ്ടി ചെലവഴിക്കെന്ന് പറഞ്ഞു. കുറച്ച് പ്രായമുള്ള ഒരു സഹോദരനായതുകൊണ്ട് ഞാൻ അതങ്ങ് കേട്ടു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫൂളിഷ് ഒരു അഡ്വൈസ് ആയിരുന്നു. ഇത് 25-ാം വയസ്സിലാണ് എനിക്ക് ഈ അഡ്വൈസ് ലഭിച്ചത്. 40-ാം വയസ്സിൽ 3 സ്ട്രോക്ക് കഴിഞ്ഞ്, 3ാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞ് ഞാൻ കേരളത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. 40-ാം വയസ്സിൽ കേരളത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മലയാളത്തിന്റെ ABCD അറിയത്തില്ല. 25-ാം വയസ്സിലായിരുന്നെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചതുപോലെ മലയാളം ഫ്ലുവൻ്റ് ആയിട്ട് പഠിച്ചേനെ. എന്നാൽ സ്ട്രോക്ക് എല്ലാം കഴിഞ്ഞ് മെമ്മറി നഷ്ടപ്പെട്ട് ശരീരം ബലഹീനമായി കഴിഞ്ഞ് പിന്നെ മലയാളം പോലുള്ള വിഷമമുള്ള ഒരു ഭാഷ പഠിച്ചെടുക്കുക അത് ഈസി അല്ലായിരുന്നു. പഠിച്ചെടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും അത് എളുപ്പമല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം ഗൈഡ് ചെയ്തതിനെ ശ്രദ്ധിക്കുന്നതിന് പകരം ദൈവത്തിൽ നിന്നുണ്ടായ ഗൈഡൻസ് തന്നെയാണ് എനിക്കറിയാൻ വയ്യാത്ത 2 ഭാഷകൾ പഠിക്കണമെന്ന്. എന്നാൽ ഒരു മനുഷ്യന്റെ അഡ്വൈസ് കേൾക്കാൻ പോയതുകൊണ്ട്
എനിക്ക് വളരെ വളരെ നഷ്ടമുണ്ടായി. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, ദൈവാത്മാവ് ഒരു കാര്യം കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ചെയ്യണോ വേണ്ടായോ എന്ന് പിന്നെ മനുഷ്യരോട് ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റില്ല. കാരണം നമ്മളെക്കാൾ കൂടുതൽ ആ ഏരിയയിലെ അനുഭവമുള്ള ആളുകൾ ചിലപ്പോൾ അതിനുള്ള വഴി പറഞ്ഞു തന്നിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യം ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു ഒരു കാര്യമുണ്ട്. എവരിഡേ ന്യൂസ് പേപ്പർ വാങ്ങിക്കണം, അതിന്റെ ഹെഡിങ് മാത്രം വായിച്ചാൽ മതി. എൻ്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞ, ഇംഗ്ലീഷ് സാർ പറഞ്ഞ, ജോൺസൺ സാർ, അതിന്റെ ഹെഡിങ് മാത്രം വായിച്ചാൽ മതി. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഹെഡിങ്ങിന്റെ താഴെ കുറച്ചുകൂടെ ചെറിയ അക്ഷരത്തിലുള്ള വാചകങ്ങൾ കാണാം, അത് വായിച്ചു തുടങ്ങാൻ പറഞ്ഞു. വായിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയും ന്യൂസ് വായിച്ചു തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ വായിച്ചു. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ളത് അവർ പറഞ്ഞു തന്ന ആ അഡ്വൈസ് പ്രയോജനമായിരുന്നു. എന്നാ പഠിക്കരുതെന്നൊരാള് മലയാളത്തെക്കുറിച്ച് പറഞ്ഞത്, അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ലോസിന് കാരണമായി തീർന്നു. ഇന്ന് ദൈവവചന ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, ദൈവം അവരെ എന്തിനു വിളിച്ചെന്നുള്ളത് തിരിഞ്ഞു നോക്കിയിട്ട്, ദൈവം നിങ്ങളെ വിളിച്ച കാര്യത്തിൽ മനുഷ്യരാരെങ്കിലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ മനസ്സിലാക്കി, ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ഒരിക്കലും സമയം താമസിച്ചു പോയെന്ന് പറയേണ്ട ആവശ്യമില്ല. ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. നഷ്ടപ്പെട്ടു പോയെന്നുള്ളത് ശരിയാണ്, താമസിച്ചു പോയെന്നുള്ള ഒരു കാര്യമില്ല. എന്ന് വേണമെങ്കിലും നമുക്ക് മടങ്ങിച്ചെല്ലാം. എന്നിട്ട് ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്താണ് ദൈവം നിങ്ങളോട് പറയുന്നത്? പ്രാർത്ഥനാ ജീവിതത്തിൽ കുറെ കൂടെ സമയം ചെലവഴിക്കണം എന്നാണോ? ദൈവവചനം വായിക്കാൻ കുറച്ചുകൂടെ സമയം ചെലവഴിക്കണം എന്നാണോ? യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം എന്നാണോ? സഭയിൽ കുറച്ചുകൂടെ സക്രിയമാകണം എന്നാണോ? സഭ വൃത്തിയാക്കിയിടുന്ന കാര്യത്തില്, ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യത്തില് ഇൻവോൾവ് ആകണം എന്നാണോ? കാരണം ചില സഭകള്, ഇന്ന് വേർപാട് സഭകളെ കുറിച്ച് ഒരു സഹോദരൻ കമന്റ് ചെയ്തതാണ്, നമ്മുടെ ഇടയ്ക്കുള്ള പ്രോമിനന്റ് ഒരു സഹോദരൻ കമന്റ് ചെയ്തതാണ്, ചില സഭകൾ കണ്ടു കഴിഞ്ഞാൽ എരുത്തിലിന്, അവരുടെ ഈ സഭയിൽ വരുന്ന മെമ്പേഴ്സിന്റെ എരുത്തിൽ അതിനേക്കാൾ വൃത്തിയായിട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ ദൈവം അതിനായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. ചെല്ലുക, ഒരു വോളണ്ടിയർ ആയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിടുക, തൂത്ത് തുടച്ചിടുക. 1000 കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് ഏതെല്ലാം കാര്യത്തിനാണ് ദൈവം നിങ്ങളെ വിളിച്ചത്, എന്നെ വിളിച്ചതെന്നുള്ളത് മനസ്സിലാക്കി, മനുഷ്യരുടെ അഡ്വൈസ് കേൾക്കാതെ, ചെയ്യണോ വേണ്ട എന്ന് മനുഷ്യരുടെ അഡ്വൈസ് അല്ല ദൈവത്തിന്റെ കേട്ട്, ബെസ്റ്റ് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് അനുഭവസ്ഥരിൽ നിന്ന് മനസ്സിലാക്കി, ദൈവം നമ്മെ എന്തിനു വിളിച്ചു അക്കാര്യം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ ചെയ്യണോ വേണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് അവരെ നമ്മളെ അഡ്വൈസ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പരാജയപ്പെടും. ദൈവം വിളിച്ച കാര്യത്തിൽ വിശുദ്ധ തിരുവഴുത്തായിരിക്കണം നമ്മുടെ ഫൈനൽ അതോറിറ്റി. ഒരു ക്രിസ്ത്യൻ ലീഡറോ സ്ഥാപനമോ സമുദായമോ നമ്മുടെ ജീവിതത്തിലുള്ള ഫൈനൽ അതോറിറ്റി ആകരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വേർപാട് സഭകളിൽ പിന്നെ ഉള്ള ഒരു നല്ല കാര്യം, ഈ പട്ടത്വ സഭകളിൽ ഉള്ളതുപോലുള്ള അടിമത്വമില്ല. മറ്റു ചില പ്രോബ്ലംസ് ഉണ്ട്, അത് ഇങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഞാൻ അത് ഓർപ്പിക്കുന്നതായിരിക്കും. എന്നാൽ പട്ടത്വ സഭകളിൽ ഉള്ളതുപോലെ അടിമത്വം ഇല്ല. ഇന്നും പല പട്ടത്വ സഭകളിൽ ഒരാള് ദൈവവചനം പഠിക്കണമെങ്കിൽ ആദ്യമേ ഒരു ബൈബിൾ കോളേജിൽ പോയി 3 വർഷം പഠിച്ചിട്ട് ഡിഗ്രിയും കൊണ്ട് വന്നു കഴിഞ്ഞ് ഈ പട്ടത്വ സഭകളിലെ പ്രമുഖന്മാരിടുന്ന പരീക്ഷ പാസ്സായിട്ട് അവര് റൈറ്റിംഗിൽ തരുന്ന ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പട്ടത്വ സഭകളിൽ ദൈവവചനം പഠിപ്പിക്കാൻ അനുവാദം കിട്ടത്തുള്ളൂ. മനുഷ്യരെ ദൈവം വെച്ചിരിക്കുന്നതിനെ അവരുടെ നിയന്ത്രണത്തിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഏതായാലും വേർപാട് സഭകളിൽ അങ്ങനൊരു കാര്യമില്ല. അത് നല്ലതാണ്. എന്നാലും പലപ്പോഴും അറിയാതെ നമ്മൾ മനുഷ്യരുടെ കെണിയിൽപ്പെടാറുണ്ട്. പ്ലീസ് റിമെമ്പർ, ദൈവം നമ്മളെ എന്തിനു വിളിച്ചെന്നുള്ളത് അത് ദൈവമാണ് വ്യക്തമാക്കേണ്ടത്. ചെയ്യണോ വേണ്ടായോ എന്ന് ദൈവമാണ് വ്യക്തമാക്കേണ്ടത്. പിന്നെ അത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് അതേ ഫീൽഡിൽ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളിൽ നിന്നാണ് നാം പഠിക്കേണ്ടത്. ദൈവം ജന്മം തൊട്ടേ ചിലരെ വേർതിരിച്ചു എന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മറ്റ് ചില ഭാഗങ്ങളിൽ നമ്മളെ എല്ലാരെയും വിളിച്ചിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. യെശയ്യാവ് 49:1 നാം വായിക്കുന്നത്, യെശയ്യാവ് 49:1 വായിക്കുന്നത്,
ദ്വീപുകളെ എന്റെ വാക്ക് കേൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് 15-ാം വാക്യത്തിലെ ഗലാത്യർ 1:15 വായിച്ചത്. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു. ഈ വേർതിരിച്ചു, വിളിച്ചു എന്നുള്ള വാക്കുകൾ പഴയ നിയമത്തിലും പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വായിക്കുമ്പം വ്യക്തമാകുന്നത് നമ്മിൽ എല്ലാരെയും വിളിച്ചു. ബ്രദർ ജോൺസൺ ആ വാക്യങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. റെഫറൻസ് ആരെങ്കിലും മിസ് ചെയ്തു പോയാൽ കമന്റ് ബോക്സിൽ നോക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വാക്യം യെരമ്യാവ് 1:5. യെരമ്യാവ് 1:5 നാം വായിക്കുന്നത്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പൊ ഇതുവരെ ഉരുവാക്കിയപ്പോൾ എന്ന് നമ്മൾ വായിച്ചു. ഇവിടെ നാം വായിക്കുന്നത് ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഈ ദൈവവചന വ്യാഖ്യാനത്തിന്റെ ഒരു അടിസ്ഥാന പ്രമാണം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ദൈവവചനം പറയുന്ന എല്ലാ വാക്യങ്ങളും കൂടെ എടുത്ത് അത് സിഫ്റ്റ് ആൻഡ് സോർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു നിഗമനത്തിൽ എത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്നത്, ദൈവം ചിലരെയൊക്കെ ഗർഭത്തിലായിരിക്കുമ്പോഴും അതിന് മുൻപ് തന്നെ തെരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞ് പുതിയ നിയമത്തിൽ തെരഞ്ഞെടുപ്പ്, വിളി എന്നുള്ള വാക്കുകൾ വായിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പും വിളി എല്ലാ വിശ്വാസികൾക്കും ഉണ്ടെന്ന് വ്യക്തമാകുന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, വിശ്വാസികളായ നമ്മിൽ ഓരോ വ്യക്തിയെ ദൈവം നാം അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കണ്ടു, നമുക്കൊരു ചുമതല തന്നു, ഒന്നിലധികം ചുമതല തന്നു. അങ്ങനെ ചുമതല തന്നു കഴിഞ്ഞപ്പോൾ തന്നത് ഗർഭത്തിന് മുൻപ് തന്നെയാണ്. ആ ചുമതല അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിച്ചു. രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതോടെ ആ വിളി ക്രമാനുഗതമായിട്ട് വ്യക്തമാക്കി. ചിലര് പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മേശയിൽ നിന്നൊരു ഗ്ലാസ് താഴോട്ട് വീണ് പൊട്ടി ചെതറിയത്. അതിൽ നിന്ന് മനസ്സിലാക്കി, ദൈവം മുൻപാകെ ഞാൻ ഒന്നുമില്ല, ദൈവം എന്നെ ഉടച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനൊന്നുമല്ല ദൈവം തൻ്റെ ഇഷ്ടം അനിഷ്ടങ്ങള് വ്യക്തമാക്കുന്നത്. ദൈവവചനം നമ്മൾ വായിച്ചാൽ വ്യക്തമാകുന്നത്, ദൈവം വിളിച്ചു, നമ്മിൽ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട്. നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ രക്ഷയുടെ അനുഭവം പ്രാപിക്കുമ്പോൾ ആ വിളി നമുക്ക് കുറെയൊക്കെ വ്യക്തമാകും. അത് കഴിഞ്ഞ് നമ്മൾ ആത്മീക ജീവിതം വിശ്വസ്തയോടെ നയിക്കുമ്പോൾ ക്രമാനുഗതമായിട്ട്, അല്ലാതെ മേശയിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടിത്തെറിച്ചല്ല ദൈവം ഗൈഡ് ചെയ്യുന്നത്. ക്രമാനുഗതമായിട്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്ത് എന്ന് വ്യക്തമാക്കും. എനിക്ക് ദൈവേഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിന് എന്തെന്നുള്ളത് വ്യക്തമാകാൻ 13 വർഷം എടുത്തു. 1971 എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ദൈവം എന്നെ തന്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നെന്ന്. എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ വേർതിരിയും എന്ന് ഞാൻ ദൈവത്തിന് വാക്കുകൊടുത്തു. എന്ന് ദൈവം എന്നെ വിളിക്കും എന്ന് അന്ന് വരെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് എന്നെ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ശരിയായിട്ട് സയൻസ് പഠിച്ചു. ഫിസിക്സ് എൻ്റെ വിഷയമായിരുന്നു, ഫിസിക്സ് ആൻഡ് ഹയർ മാത്സ്. അത് പൂർണ്ണ സമർപ്പണത്തോടെ പഠിച്ചു. അതിൻ്റെ കൂടെ ഗ്രീക്ക്, ഞാൻ BSc സെക്കൻഡ് ഇയറിലായിരുന്നപ്പോൾ തന്നെ ഗ്രീക്ക് പഠിച്ചു തുടങ്ങി. തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഗ്രീക്ക് എക്സ്പെർട്ടായി. അങ്ങനെ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തു. 13 വർഷങ്ങൾ കഴിഞ്ഞ് 84 ഈ 13 വർഷം ദൈവം ക്രമാനുഗതമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ മിനിസ്ട്രി പോകണമെന്നുള്ളത് ക്രമാനുഗതമായിട്ട് മനസ്സിലുള്ള ഫീലിംഗിൽ കൂടെയും എൻ്റെ കൃപാവരങ്ങളിൽ കൂടെയും മറ്റ് വിശ്വാസികൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ കൂടെയും എൻ്റെ കുടുംബം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ കൂടെയും ദൈവം വ്യക്തമാക്കി. അങ്ങനെ ഞാൻ വേർതിരിഞ്ഞു, ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു. ദൈവം നമ്മിൽ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട്. അത് ദൈവം വ്യക്തമാക്കും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ക്രമാനുഗതമായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട്, പ്രോഗ്രസീവായിട്ട് ദൈവം അത് വ്യക്തമാക്കി തരും. ഇന്ന് എന്നെ ശ്രവിക്കുന്നതിൽ സഹോദരന്മാരുമുണ്ട്, സഹോദരിമാരുമുണ്ട്. ജോലിയുള്ളവരുണ്ട്, ജോലിയിൽ നിന്ന് വിരമിച്ചവരുണ്ട്. ഇതില് ചിലപ്പോൾ ജോലിയിൽ നിന്ന് വിരമിച്ചവർ പറഞ്ഞു തന്നിരിക്കും, ബ്രദറെ
ശിഷ്ടായുസ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അയ്യോ, ശിഷ്ടായുസ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആയുസ്, ഗോൾഡൻ ഏജ് ആണ്. ഈ ഗോൾഡൻ ഏജിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തും. മനുഷ്യരെ നോക്കാതെ, മനുഷ്യരോട് ചോദിക്കാതെ ദൈവത്തോട് ചോദിച്ചാൽ വെളിപ്പെടുത്തും എന്ന് ഓർപ്പിക്കട്ടെ. ആൻഡ് ദൈവം തന്റെ മക്കൾക്ക് ഈ പഴയ നിയമത്തിൽ പറഞ്ഞത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ കൂടെ വെളിപ്പെടുത്തുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് വ്യക്തമാക്കുമെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇതേ കാര്യം അപ്പോസ്തല പ്രവൃത്തി 26:19-20 പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26:19-29 പൗലോസ് തന്റെ ടെസ്റ്റ് പറയുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദ്യ ദേശത്തെങ്ങും ഉള്ളവരോട് പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് പ്രസംഗിച്ചു. ദൈവം വെളിപ്പെടുത്തി, ഞാനത് ചെയ്തു. മനുഷ്യരുടെ ഇഷ്ടപ്രകാരം നിന്നില്ല. സോ ഇന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പൗലോസിനെ ദൈവം ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി വിളിച്ചു, ഒരു ലക്ഷ്യത്തോടെ വിളിച്ചു. ആ ലക്ഷ്യം നിത്യതയിൽ തന്നെ ദൈവം തീരുമാനിച്ചതാണ്. അങ്ങനെ തീരുമാനിച്ചതിന്റെ കാരണം കൊണ്ട് പൗലോസ് അമ്മയുടെ ഗർഭത്തിൽ ആയിരുന്നപ്പോ തന്നെ ആ വിളി തനിക്ക് ഉണ്ടായി. ഇത് തന്നെ നമ്മൾ യെരമ്യാവിൽ നിന്ന് വായിച്ചു. യോഹന്ന സ്നാപകനെ കുറിച്ച് ഇക്കാര്യം നമുക്കറിയാമല്ലോ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ദൈവം ചില തെരഞ്ഞെടുത്ത വ്യക്തികളെ മാത്രമല്ല വിളിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിൽ വരാം. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ ദൈവജന ഇവിടെ എത്ര കേട്ടുകൊണ്ടിരിക്കുന്നതില് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പെൻസിലാണെങ്കിലും വായിക്കാൻ ഈസിയാണ്. പുതിയ നിയമം വായിക്കുമ്പോൾ ദൈവവിളി എന്നുള്ള വിഷയത്തെക്കുറിച്ച് വരുന്ന വാക്യങ്ങളെല്ലാം ഒന്ന് മാർക്ക് ചെയ്തു പോയാൽ ഒത്തിരിയും കാര്യങ്ങൾ പെട്ടെന്ന് ഇതിനു മുൻപ് മനസ്സിലായിട്ടില്ലാത്ത പല കാര്യങ്ങൾ മനസ്സിലാകും. അതില് വ്യക്തമായിട്ട് മനസ്സിലാകാൻ പോകുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോഴേ ഓർപ്പിക്കട്ടെ. ഈ ദൈവവിളി എന്ന് പറഞ്ഞാൽ ഇത് പത്രോസിനോ പൗലോസിനോ മാത്രമുള്ളതല്ല. പത്രോസിന് വിളിയുണ്ടായിരുന്നു. പത്രോസിനോടാണ് കർത്താവ് ആവർത്തിച്ചു പറഞ്ഞത് എന്തൊക്കെ ചെയ്യണം. ഏറ്റവും ലാസ്റ്റിൽ കൊടുത്ത കമാൻഡായിരുന്നു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം എന്ന്. പൗലോസിനെ അതുപോലെ വിളിച്ചു. എന്നാൽ ഈ ദൈവവിളി പത്രോസ് അല്ലെ പൗലോസ് വരെ പരിമിതമല്ല എന്നുള്ളത് പുതിയ നിയമം ആവർത്തിച്ചു പറയുന്നു. അതില് ഒരു വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. 1 പത്രോസിലെ ഓരോരുത്തൻ വരം ലഭിച്ചതുപോലെ എന്നാണ് കൃപാവരങ്ങളെക്കുറിച്ച് പത്രോസിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പൗലോസിന് ലഭിച്ചതുപോലെ പത്രോസിന് ലഭിച്ചതുപോലെ എന്നല്ല, ഓരോരുത്തർ വരം ലഭിച്ചതുപോലെ എന്നാണ്. അല്ലെങ്കിൽ വരം ലഭിച്ചവരൊക്കെ ഉപയോഗിക്കട്ടെ എന്നല്ല, നോ, ഓരോരുത്തൻ വരം ലഭിച്ചതുപോലെ എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം ദൈവവചനത്തിൽ നിന്ന് ഒന്ന് നോട്ട് ചെയ്തു പോയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് വലിയ ചാലഞ്ച് ആയിരിക്കും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളോട് പറയട്ടെ ക്ലോസിങ്ങിന് മുൻപ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ 21-ാം നൂറ്റാണ്ട് ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറയാണ്. നമ്മൾ എങ്ങനെ ലക്ഷ്യബോധം ഇല്ലാതായി തീർന്നു? നമ്മൾ എന്നും ശ്രവിക്കുന്ന മാധ്യമങ്ങൾ നമ്മുടെ മനസ്സിൽ ആ ലക്ഷ്യബോധം ഇല്ലാതെ ആക്കുകയാണ്. ലക്ഷ്യബോധം ഇല്ലാതെ ആകുകയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നോ, നമ്മളെ, ഈ ലോകത്തിലുള്ള മനുഷ്യരെ ലക്ഷ്യബോധം ഇല്ലാത്തവരാക്കി തീർക്കണം എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത്. കാരണം ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു ജനതയെ ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും നയിക്കാൻ സാധിക്കും. ബുക്സ് വായിക്കാൻ താല്പര്യമുള്ള ആളുകളോട്, ഇന്ന് ആ ബുക്ക് ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. എന്നാൽ ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഷോപ്സിലൊക്കെ തപ്പിയാൽ ചിലപ്പം കിട്ടിയെന്നിരിക്കും. എരിക് ഹോഫറിന്റെ ദ ബിലീവർ എന്നും പറഞ്ഞൊരു പുസ്തകമാണ്. എരിക് ഹോഫർ ദ ബിലീവർ. അത് എല്ലാവരും ഒന്ന് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് വ്യക്തമായിട്ട് പറയുന്നത്, ലക്ഷ്യബോധമില്ലാത്ത ഒരു ഗ്രൂപ്പ് ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കള്ളത്തരം വേണമെങ്കിലും അവനെ പഠിപ്പിച്ച് വിശ്വസിപ്പിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ലോകം പർപ്പസ്ലി നമ്മളെ ലക്ഷ്യബോധം ഇല്ലാത്തവരാക്കി തീർക്കുകയാണ്. ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കണം. നിങ്ങളിൽ പലർക്ക് രാത്രിയിൽ ന്യൂസ് കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ നാട്ടിൽ എന്ത് നടക്കുന്നെന്ന് അറിയണമല്ലോ. നാളെ ബന്ധാന്നൊന്നും അറിയണമല്ലോ. പെട്രോൾ കിട്ടുമോ എന്ന് അറിയണമല്ലോ. അതിൽ തെറ്റൊന്നുമില്ല.
എന്നാൽ ഈ ന്യൂസ് വായിക്കുമ്പോൾ അതൊരു പ്രത്യേക രീതിയിലാണ് എഴുതുന്നതെന്നും ആ എഴുതുന്ന രീതി നമ്മുടെ മനസ്സിൽ ലക്ഷ്യബോധം നമ്മളെ ഇല്ലാതാക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്ന് ധാരാളം വാട്സാപ്പ് ഒത്തിരി കോമൺ ആയതുകൊണ്ട് ധാരാളം പ്രോഗ്രാംസ് അതിൽ ഷെയർ ചെയ്യുന്നു. അതിൽ ഒത്തിരി പ്രോഗ്രാംസ് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. എന്നാൽ അതിന്റെ ലക്ഷ്യം ഇതാണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധം ഇല്ലാത്തവരായി തീരണം. ഓക്കെ, അപ്പൊ ലോകം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഞാനിവിടെ എംഫസൈസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. നമ്മൾ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ലക്ഷ്യബോധം ഇല്ലാത്തവരായി തീർന്നു പോയല്ലോ എന്ന് അനുദപിക്കണം. ഞാൻ സൂമിലും എന്റെ ഓൺ ബൈബിൾ ക്ലാസ് ഞാൻ ഒന്നിലധികം ബൈബിൾ ക്ലാസ് സൂമിൽ എടുക്കാറുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിൽ എടുക്കാറുണ്ട്. അതല്ലാതെ തന്നെ മറ്റ് പ്രോഗ്രാംസ് ഒക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. ചർച്ചസിൽ ബൈബിൾ ക്ലാസ് കാണാറുണ്ട്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചെയ്താണ് ആളുകൾ ബൈബിൾ ക്ലാസ്സിൽ വരുന്നത്. ബൈബിൾ കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു കാര്യം. വേർപാടുകാരുടെ ഇടയ്ക്ക് ബൈബിൾ കൊണ്ടുവന്നില്ലെങ്കിൽ നാണംകേടായതുകൊണ്ട് ബൈബിൾ ഇങ്ങ് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. എന്നാൽ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ അതൊരു ക്ലാസ് ആണ് എന്ന് മനസ്സിലാക്കി ചിന്തിച്ച് അവിടെ പഠിപ്പിക്കുന്ന നോട്ട്സ് എടുക്കുന്ന ഹാബിറ്റ് നമ്മുടെ ഇടയ്ക്ക് ഒന്ന് ലുപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് കോഴ്സ് ബൈബിൾ ടീച്ചേഴ്സും അതിന് ഉത്തരവാദികളാണ്. കാരണം പഠിപ്പിക്കുന്നതിൽ ഒരു കഴമ്പില്ല. റോഡ് സൈഡിൽ നിന്ന് കാശിന് കൊള്ളാത്ത സാധനങ്ങൾ അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് വിൽക്കുന്നവൻ പറയുന്ന അവന്റെ പ്രലാപവും ബൈബിൾ ക്ലാസ്സും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല പലരുടെ. അതുകൊണ്ടുകൂടാണ് ആളുകൾ നോട്ട്സ് എഴുതാത്തത്. എന്നാൽ അങ്ങനെയുള്ള ആളുകളുടെ ബൈബിൾ ക്ലാസ്സസ് കേട്ട് നോട്ട്സ് എഴുതുന്ന ഹാബിറ്റ് വിട്ട ആളുകൾ നല്ല സോളിഡായിട്ട് ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ നോട്ട്സ് എടുക്കാറില്ല. കാരണം മറ്റവന്റെ കേട്ട് ലക്ഷ്യബോധം ഇല്ലാതായി തീർന്നു. അതുകൊണ്ട് ഇപ്പം ആരെങ്കിലും സോളിഡ് ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. സോ എന്റെ ഒരു റിക്വസ്റ്റ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ ക്ലാസ് ആണെങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന മറ്റേത് ക്ലാസ് ആണെങ്കിലും നിങ്ങളുടെ സഭയിലാണെങ്കിലും നോട്ട്സ് എഴുതി തുടങ്ങണം. ഒരു മെസ്സേജ് ശ്രദ്ധിച്ചു കേട്ടാൽ പ്രസംഗിക്കുന്ന ആള് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ വന്നതാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ നമുക്ക് ദൈവാത്മാവ് നമ്മുടെ മനസ്സിൽ വർക്ക് ചെയ്യും. അത് ദൈവവചനത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ്, എന്റെ വചനം വൃഥാ പോകുകയില്ല. പഠിപ്പിക്കുന്നവൻ പ്രിപ്പയർ ചെയ്ത് കാണത്തില്ല, എന്നാൽ ദൈവവചനം അവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധയോടെ കേട്ടാൽ ദൈവാത്മാവ് നമുക്ക് നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തരും. അത് നോട്ട് ചെയ്യുന്ന ഹാബിറ്റ് തുടങ്ങണം. 1. 2, പുതിയ നിയമം നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് എന്തു പറയുന്നു ആ വാക്യങ്ങളൊക്കെ ഒരു പെൻസിൽ എടുത്ത് ഒന്ന് നോട്ട് ചെയ്ത് തുടങ്ങുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ ലൈഫിൽ ഒത്തിരി മാറ്റം വരും. നാളെ നിങ്ങളോട് ദൈവം 100 വയസ്സ് വരെ ജീവിക്കട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ എന്ത് പ്രതികരണമാണ് വരുന്നത്, അത് ഒന്ന് ചിന്തിച്ചിട്ട് ആ പ്രതികരണം ശരിയല്ലെങ്കിൽ അതിന്റെ കാരണം എന്ത്, 100 വരെ ജീവിക്കുന്ന ഒരു ശാപമാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു ശാപം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.